തന്നെ, നാളെ എനിക്ക് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. CCTV കേട്ടോ, ഇവിടുന്ന് ഒരു 100 മീറ്റർ പോലും, ഒരു 50 മീറ്റർ കണ്ട ആ വണ്ടി വരുന്ന. ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ഇനിയും ഈ നാറ് ജിമ്മിക്കും ആ ജിമ്മിയുടെ കുടുംബത്തിനുമെതിരെ വെറും അജ്ഞേയ പ്രേരണ കുറ്റമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ നിയമത്തോട് പുച്ഛമാണ് നമുക്കുള്ളത്. ഉള്ള കാര്യം പറഞ്ഞ് ഇത്രയും തെളിവ് ഇവൻ ചെയ്തത് കൊലപാതകമാണെന്നുള്ളതിന് വളരെ വളരെ അധികം തെളിവുകളാണ് നിരന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. എന്നിട്ടും എന്തുകൊണ്ട് ഈ നാറുകൾക്കെതിരെ എടുക്കുന്നില്ല നിയമ നടപടി? ഞാൻ അതാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. ദ ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്. വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവിടുത്തെ CCTV-കളാണ്. ഓരോ സ്ഥലത്തുള്ള CCTV, വീട് തൊട്ട് മരണപ്പെട്ട് കിടന്ന ആ കായൽ വരെയുള്ള CCTV-കൾ ഓരോന്നും ഈ ക്രിട്ടിക് ഭാസ്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ വിനോദ് ഭാസ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്, നാട്ടുകാരനും കൂടിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. CCTV ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ടേ. ഈ വിഷവും അടിച്ചും കൊണ്ട് കൈ ഉയർത്തും കൊണ്ട് സ്കൂട്ടി എടുത്ത് പോയെന്ന് പറയുന്ന ജിസ്മോള് ഏത് CCTV-ലാണ് പെടാതെ പോയെന്നാണ് എനിക്ക് അറിയാനുള്ളത്. ഇത്രയും CCTV ഉള്ള ഒരു നാട്ടിൽ എന്ത് കോണത്തിലെ പരിപാടിയാണ് ഈ കള്ളത്തനങ്ങളും മോറകളും കാണിച്ച് കൂട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവന്മാർ ഒന്നാന്തരം ഫ്രോഡുകളാണ്. അവിടെ ഇത്രയും CCTV ഉണ്ടായിരുന്നിട്ട് പതിയാതെ പോയിട്ടുണ്ടെങ്കിൽ ജിസ്മോള് പോയത് സ്കൂട്ടിയിലല്ല, കൊന്ന് ഏതോ വണ്ടി കയറ്റി കൊണ്ട് പോയിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോഴും പറയുകയാണ് ഇത് ഒരു സാധാരണ മരണമല്ല, സ്വയം ജീവൻ ഒടുക്കിയതോ ഒന്നുമല്ല. തീർത്തതാ ആ ഒരു രീതിയിലാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തക്കതായ രീതിയിൽ അന്വേഷിച്ച് ഈ നാരിയ കുടുംബത്തിനെതിരെ നിയമ നടപടി എടുക്കണം. ഒരു നാത്തൂൻ എന്ന് പറയുന്ന ഒരുത്തി, അവളെ അടക്കം ശിക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ക്രിട്ടിക് ഭാസ്കർ വിനോദ് ഭാസ്കർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് സെറ്റ് ചെയ്യാണ്. ട്രിപ്പ് 0 നിന്ന് അവിടം വരെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ട്രിപ്പ് സെറ്റ് ചെയ്യട്ടെ. ഇപ്പൊ 0 ആയി. ഇനിയിപ്പോ ഈ വഴിയാണ് പോകാൻ പോകുന്നത്. നമ്മൾ പോവുകയാണ്. ഇവിടുന്ന് നേരെ നേരിക്കാട്ടോട്ട് പോകുന്നു. ഇതാണ് നേരിക്കാട് ആ പള്ളിയുടെ ഹോള്. ഇവിടെ നമ്മൾ ഇടത്തോട്ടാണ്. ഇതിപ്പം ഏകദേശം ഈ സമയത്തോടു കൂടിയാണ് ജിസ്മോൾ പോയെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരെ വഴിയിലോട്ട് പോകുന്നത് ഇത് നേരിക്കാട് പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നേരിക്കാട് പള്ളി ജംഗ്ഷനിലേക്കാണ്. അവിടെ ആദ്യത്തെ CCTV ക്യാമറ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ജംഗ്ഷനാണ്. ഈ സമയത്താണ് ഏകദേശം ജിസ്മോൾ ചാടാൻ പോയത്. നിങ്ങൾ കണ്ടോണം, ആദ്യത്തെ CCTV ക്യാമറയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിനകത്ത് ഈ പള്ളിക്കാരുടെ അവര് സത്യത്തിന് വേണ്ടി നീ പോരാടുകയാണെങ്കിൽ കാണിക്കാം. കണ്ടോ CCTV ക്യാമറ കണ്ടോ? ആ കുരിശടിയിൽ ഒരു CCTV ക്യാമറ ഉണ്ട്. ആ CCTV വിഷ്വൽസ് ആദ്യം ചെക്ക് ചെയ്യണം. സ്മോള് ആ CCTV ദൃശ്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന് പറയാം. ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം അവന്മാരുടെ നെഞ്ചത്ത് അടിച്ചു കൊടുത്താൽ മതി. പക്ഷേ എന്തുകൊണ്ട് ആ CCTV ദൃശ്യം പുറത്തു വരുന്നില്ല, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യുന്നില്ല? അതിന്റെ റീസൺ എന്താ? ആ CCTV വഴി ഇതേ സമയത്ത് ജിസ്മോളും മക്കളും പോയിട്ടില്ല സ്കൂട്ടി ഓടിച്ച്. അതാണ് അതിന്റെ വാസ്തവം. പ്രത്യേകിച്ച് വിഷം അടിച്ചും കൊണ്ട് എങ്ങനെയാണ് ആ സ്കൂട്ടി ഓടിച്ചു പോകും? ഛർദിലും അങ്ങനത്തെ വളരെയധികം ഇഷ്യൂസ് ആയിട്ട് അവിടെ കിടന്ന് പെടുകയല്ലേ ചെയ്യത്തുള്ളൂ. എന്നാൽ അതല്ല അതിന്റെ വാസ്തവം. കൊണ്ടുപോയി ഇട്ടതാണ്. അങ്ങനെ ആവാനാണ് 100% ചാൻസ് കൂടുതൽ. എന്നിട്ട് ജിസ്മോൾ സ്കൂട്ടി ഓടിച്ച് പോയെന്ന് കള്ള നാറികള്. ആദ്യത്തെ CCTV ക്യാമറ. ഇനി നമ്മൾ വഴിയിലേക്ക് പോവാം. ഇപ്പൊ തന്നെ 100 മീറ്ററേ ആയിട്ടുള്ളൂ. 100 മീറ്ററിലാണ് ആദ്യ CCTV ക്യാമറ. ഇവിടുന്നാണ് സമരമുണ്ടായത് ആദ്യത്തെ. അവിടുത്തെ രണ്ടാമത്തെ CCTV ക്യാമറ ഇത് കണ്ടോണം. ആ മജന്ത ആ വണ്ടിയുടെ മേളിൽ കണ്ടോ? വണ്ടിയുടെ മേളിൽ കണ്ടോ രണ്ടാമത്തെ CCTV ക്യാമറ. ഈ പള്ളിയിലെ യേശുവിന്റെയും ഉണ്ണിയേശുവിന്റെയും പടത്തിന്റെ സൈഡിലായിട്ട് വരും രണ്ടാമത്തെ CCTV ക്യാമറ. ഈ ജംഗ്ഷനിൽ നിന്നാണ് സമരം എടുത്തത് അല്ലെ? ഇപ്പൊ പോവാണ്. അടുത്ത CCTV ക്യാമറയിൽ നമുക്ക് പിടിക്കാം. അത് ഏകദേശം 200 മീറ്റർ കഴിയുമ്പോൾ വന്ന CCTV ക്യാമറയാണ്. ഈ ജംഗ്ഷന്റെ പേരെന്താ? മുദ്രവാലക്കവല. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ വീട്ടില് ആ വീടിന് കാണിച്ചു. ഈ വീട്ടില് ഇതുണ്ടോ? ഈ വീട്ടില് ഒരു CCTV ക്യാമറ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വീട്ടില് ആ CCTV ക്യാമറ ചേച്ചി നിൽക്കുന്ന CCTV ക്യാമറ ഞാൻ കാണിക്കാം. കണ്ടോ? അതൊരു CCTV ക്യാമറ. ഈ നാട് മൊത്തം മുക്കിലും മൂലയിലും CCTV ക്യാമറ ഉണ്ട്. പക്ഷെ ഒന്നിലും ജിസ്മോള് പറഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പോലീസുകാർക്ക് ഇതിന്റെ അപ്പുറം ഇനി എന്ത് വേണം? ഇനി അവിടെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജിസ്മോളെ കൊണ്ടുപോയിട്ടുള്ള വണ്ടി ഏത്? ഇവന്മാർ കൊണ്ടുപോയ വണ്ടി ഏത്? അത് ഇവന്റെ റെന്റേ കാർ ബിസിനസ്സിലുള്ള റെന്റേ കാറാണോ, ഏത് വണ്ടിയാണെന്നുള്ള കാര്യം മാത്രം ഇനി അങ്ങോട്ട് തെളിഞ്ഞാൽ മതി. ബാക്കി എല്ലാം കൺഫേം ആയിട്ടുണ്ട്. ഇവന്മാരെല്ലാം ഉടായ്പകളാണെന്ന് ബാക്കിയെല്ലാം കൺഫേം ആയിട്ടുണ്ട്. ഇനി ഏത് കാറിലാണ് കൊണ്ടുപോയത് എന്ന് മാത്രം അറിയണം. ആ സമയത്ത് ഈ ജിമ്മിയുടെ ഏതൊക്കെ വണ്ടികൾ അതുവഴി കടന്നുപോയി, അല്ലെങ്കിൽ മറ്റുള്ള ഏതൊക്കെ വണ്ടികൾ അതുവഴി കടന്നുപോയി, ഇത്രയും മാത്രം അന്വേഷിച്ചാൽ മാത്രം മതി. ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പ് ഒരാണെങ്കിൽ ഉണ്ടാക്കാം. ആ സെറ്റപ്പിലുള്ള സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? പണമാണോ, പിടിപാടാണോ? ഇവനൊക്കെ മറ്റേ കെനായ സഭയിലെ മറ്റേ അങ്ങേയറ്റത്ത് ടോപ്പിലിരിക്കുന്നവന്മാരായതുകൊണ്ടാണോ? എന്താണ് സംഭവം? അതാണ് എനിക്ക് അറിയേണ്ടത്. നമ്മൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും നമ്മൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഇവനൊക്കെ പോലത്തുള്ള പരമനാറികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ആ രീതിയിൽ അന്വേഷിക്കുന്നില്ല? ഈ ആത്മഹത്യ പ്രേരണ കുറ്റം മാത്രം എടുത്ത് ചുമത്തിക്കൊണ്ട് വെച്ചുകൊണ്ടിരിക്കാണ്ട് കൊലപാതക കുറ്റത്തിന് കേസെടുക്കാതെ എന്തിനാണ് ഇത്രയും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം 300 മീറ്റർ കണ്ടോ, നമ്മൾ അടിച്ചു കൊടുത്ത് പോവാണ്. ഏകദേശം 3 CCTV കണ്ടു അല്ലേ? ഇവിടെയൊക്കെ ഈ സമയത്ത് ആൾക്കാര് 300 മീറ്റർ, അതായത് വിഷവും അടിച്ച് കയ്യും മുറിച്ച് 2 കുഞ്ഞു പിള്ളേരെ, ആ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷം കൊടുത്തിട്ടിരിക്കുകയാണ്. അവരെ ആയിട്ടാണ് പോയെന്നാണ് പറയപ്പെടുന്നത്. എന്തിനകത്ത്? കാറേലല്ല, സ്കൂട്ടറെ. കൈ മുറിച്ചിരിക്കുന്ന ജിസ്മോൾക്ക് ബ്ലഡ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അന്നേരത്തേന് ബോധം കിടത്തില്ലേ? യൂഷ്വലി തലകറക്കം ഉണ്ടാകും. അല്ലെങ്കിൽ 2 പിള്ളേരും ഉണ്ട്, അവർ ബളം വെക്കത്തില്ലേ? നമ്മളിപ്പോ എത്തും. ഞാൻ ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. കൈ മുറിച്ച് വിഷമടിച്ച് 2 പിള്ളേരെയും കൊണ്ട് സ്കൂട്ടിയിൽ പോകുന്നു. ആരടാ ഇത്? വണ്ടറുമാണാ? നീക്ക് ആൾക്കാരെ വിഡ്ഢികളാക്കുന്ന ഈ പറയുന്നവന്മാര്. എന്താണ് 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 ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. കൊണ്ട് ഏതോ വണ്ടി കൊണ്ട് ഇട്ടിട്ട് സ്കൂട്ടി അവിടെ വേറെ ഏതോ വഴിക്ക് കൊണ്ടുപോയി വെച്ച്, സ്കൂട്ടി അതുവഴി ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നും കൂടി CCTV ചെക്ക് ചെയ്യണം കേട്ടോ. യുവമാരുടെ ടീമിലുള്ള ആരെങ്കിലും തന്നെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ യുവമാര് വണ്ടിക്കകത്ത് തന്നെ കയറ്റി സ്കൂട്ടിയും ചെരിയും വെച്ചുകൊണ്ട് പൊക്കിയാണ്. എന്തും ചെയ്യും. അല്ലാണ്ട് ജിസ്മോൾ സ്കൂട്ടി ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പതിയണ്ടേ? അത് മാത്രമല്ല, നമ്മൾ എന്തോന്നാണ് വിഡ്ഢികൾ, നമ്മളെ ചാണകം തിന്നുന്ന ഈ കൈ മുറിച്ച് വിഷമടിച്ചും കൊണ്ട് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകാൻ വിവരമില്ലാത്തവന്മാരെ ആണെങ്കിൽ കാഴ്ചക്കാരുടെ ഇടത്തോട്ടാണ് ഒഴുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പട്ടർമടം പാലത്തിൽ നിന്ന് നമ്മളൊരു ബോഡി താഴെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഇടത്ത് വശത്ത് അങ്ങ് ദൂരെ പോയേ അടിയുള്ളൂ. ഏതാ? ഒരു അകവലുവിലേ അടിയുള്ളൂ. അത് ഞാൻ കാണിക്കാം. അവിടെയാണ് ഈ ബോഡി കണ്ടിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി സൂം ചെയ്തേക്കാം. കേട്ടോ, പട്ടർമടം പാലം കയറാൻ പോവുകയാണ്. പട്ടമടം പാലം കയറുന്നു. ഇടത്തോട്ട് പിടിച്ചേ. കണ്ടോ, അങ്ങ് ആ കാണുന്ന പൊക്കിപ്പിടി. കണ്ടോ, അത് കണ്ടോ? ആ ബിൽഡിംഗ് കണ്ടോ? ആ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിട്ടിരിക്കുന്നത്? ആ ബിൽഡിംഗ് കണ്ടോ? കാണിച്ചേ. കണ്ടോ? ആ ബിൽഡിങ്ങിന്റെ, ഈ ബിൽഡിങ്ങിന്റെ എവിടെയാണ് വീണിരിക്കുന്നത്? കണ്ടോ? ഒരു വളവ് കണ്ടോ? വളവ് കണ്ടോ? ആ വളവിങ്കലാണ് ബോഡി അടിഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് സാധനം ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇത് പാലമാണ്. ഇവിടുന്ന് വെള്ളം ഒഴുകിയാണ്. ഇവിടുന്ന് ബോഡി ഇട്ട് കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി അവിടെ പോയി അടിയുള്ളൂ. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒഴുക്കുള്ള സ്ഥലത്ത് ഇവന്മാര് ചേർത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തോ ആണ് ചെയ്തിട്ടുള്ളത്. സത്യം പോലീസുകാരെ, SHO, നിങ്ങളൊക്കെ വലിയ നല്ല ആൾക്കാരെ പോലെ സംസാരിക്കുന്നതൊക്കെ കേട്ടു. 300-ഓളം ബുക്കൊക്കെ അടുക്കി വെച്ചിട്ട് ഇവനെയൊക്കെ പൂട്ടണം. വടലം പൂട്ടണം. അല്ലാണ്ട് ചെറിയ എന്തെങ്കിലും വകുപ്പിൽ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി വിടരുത്. അപ്പൊ അതൊക്കെ കുറ്റം തന്നെയാണ് ഇവന്റെയൊക്കെ മേലിൽ ചുമത്തേണ്ടത്. അത് തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അതിന് തെളിയിക്കണം പോലീസുകാർ. നമ്മൾ ജനങ്ങൾ ഇത്രയും കണ്ടുപിടിച്ചെങ്കിൽ നിങ്ങൾക്ക് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇതൊന്നും ഒട്ടും പാടുള്ള കേസല്ല. ഇനി ആ ഏരിയയിൽ ഏതെങ്കിലും 1-2 CCTV കംപ്ലൈന്റ് ആയാൽ ഓക്കെ, പോട്ടെന്ന് വയ്ക്കാം. പക്ഷെ ഏരിയയിൽ മൊത്തം CCTV കംപ്ലൈന്റ് ആവത്തില്ല. അതുകൊണ്ട് തക്കതായ രീതിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് വെടിപ്പായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു കേസാണ്. CCTV കേട്ടോ, ഇവിടുന്ന് ഒരു 100 മീറ്റർ പോലും, ഒരു 50 മീറ്റർ കണ്ടോ ആ വണ്ടി വരുന്നുണ്ട്. അവിടുന്ന് ഇടത്തോട്ട് കണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പിടിച്ച് ഇവിടുന്ന് ഞാൻ പിടിച്ചോ. കണ്ടോ, നമ്മൾ ആ പാലത്തിൽ നിന്ന് കണ്ട ആ ബിൽഡിംഗ് ഇല്ലേ, അത് കണ്ടില്ലേ? അതാണ് ആ ഗോവലുവിന്റെ അവിടെയാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ വേറൊരു CCTV ഡ്രസ് ഉണ്ട്. ഇത് കണ്ടോ ആശ നോക്കി നിൽക്കുന്നുണ്ടോ? CCTV കണ്ടോ? ഈ സാധനമാണ് നമ്മൾ പാലത്തെ നിന്ന് കണ്ടത്. ഈ ബിൽഡിങ് കണ്ടോ, ഇവിടെയാണ്
ചാടിയെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കാണിക്കാം. ഇവിടെ അത്രയും ഒഴുക്കുണ്ട്. മാലിന്യം ഇടരുത്. അതല്ല ബോർഡ്. കണ്ടോ? ഈ വഴിയാണ്. ഇതുണ്ട്, ചാടരുത്. അല്ല, ഒന്നാം തരം പ്ലാന്റ് മാട്ടർ. എന്നിട്ട് അത് ഒരു അജ്ഞാതിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. ഈ ജിസ്മോളുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രതിഷേധം കണ്ടപ്പോൾ തന്നെ അവരുടെയൊക്കെ ഒരു പവർ, അവരുടെയൊക്കെ ഒരു വിഷമം, ഇതെല്ലാം നമുക്ക് ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ലൈവായിട്ടായിരുന്നു ആ ഒരു പ്രതിഷേധവും കാര്യങ്ങളും. നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. സാധാരണ നമ്മൾ ഇങ്ങനെ പറയും കുടുംബം കലക്കുന്ന വക്കീല അവരെ കാണാന്ന് പറയും. ഞാൻ കുടുംബം കലക്കുന്ന അല്ല, കുടുംബം ഉണ്ടാവാനാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങൾ. എന്തിനാണ് വിവാഹം? കാരണം പെണ്ണുങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു അവരും ജീവിതത്തിൽ പുരുഷൻ കൽപ്പിക്കുന്ന സ്വാതന്ത്ര്യവും വസ്ത്രധാരണവും ഒന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷനിൽ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പൊതു ഇടങ്ങൾ പുരുഷന്മാരുടെ അധികാര കേന്ദ്രങ്ങളാണ്. രാഷ്ട്രീയ തലത്തിലാണെങ്കിലും പബ്ലിക് മീറ്റിംഗിലാണെങ്കിലും എത്ര സ്ത്രീകളുണ്ട്? ചാനൽ മീറ്റിംഗിൽ കേട്ടുന്നുണ്ടോ സ്ത്രീകളെ? എന്നിട്ട് സ്ത്രീകളുടെ ശരീരം പറഞ്ഞ് ഘോഷിക്കുകയാണ് ചാനലിൽ കയറി ഇരുന്നോണ്ട്. ഇതെനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് കേരളത്തെ കുറിച്ച് ആലോചിച്ചിട്ട്. ഒരു അഭിഭാഷകയെ കൊന്നിട്ട് വേഷം കിട്ടുകയാണ് ഇവിടെ കിടന്നോണ്ട്. ഞാനൊരു അഭിഭാഷകയാണ്. നാളെ എനിക്ക് ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. ഇത് കൊലപാതകമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആത്മഹത്യയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജിമ്മിയുടെ ഫാമിലിയും അതിന്റെ ഉയർന്ന പിടിപാടിലുള്ള ആൾക്കാരും കൂടി നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ. സ്ത്രീകളും കുട്ടികളും രംഗത്തേക്ക് ഇറങ്ങിയ അടുക്കള ബഹിഷ്കരിച്ചോളൂ എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇറങ്ങേണ്ടി വരും. പക്ഷെ അത് ലജ്ജാകരമാണ് ഇറങ്ങുക എന്നുള്ളത്. ഇല്ല, പെണ്ണുങ്ങൾക്കൊരു മാനസിക പരിഗണന കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു ഭാര്യയായിട്ടോ ഒരമ്മയായിട്ടോ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു മാനസിക, അവളൊരു പെണ്ണാന്നുള്ളൊരു മാനസിക പരിഗണന. പുരുഷന്റെ പരിഗണന സ്ത്രീക്ക് വേണ്ടത്. സ്ത്രീക്ക് വേണ്ട പുരുഷന്റെ പരിഗണന. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇവിടെ ഭരണം ഉണ്ടാവണം, നിയമം ഉണ്ടാവണം. എന്തിനാണ് ഒരു പുരുഷൻ കൽപ്പിക്കുന്ന പരിഗണന സ്ത്രീക്ക്? 1 ലക്ഷം അതിന് മേലെ സാലറി വാങ്ങി എഡ്യൂക്കേറ്റഡ് ആയ പെൺകുട്ടികൾ അന്യന്റെ വീട്ടിൽ പോയിട്ട് ഹോം നേഴ്സ് പണിയാ. ഭാര്യ ഉപേക്ഷിച്ച് പോയാൽ അവന് 25,000 രൂപ കൊടുക്കണം ഹോം നേഴ്സിന് കുട്ടികളെ നോക്കാൻ. എന്റെ അടുത്ത് വന്ന കക്ഷികൾ കരയുന്ന കുട്ടീനെ നോക്കാൻ ആളില്ല. വൈഫ് പോളണ്ടിലേക്ക് പോയി. ഞാൻ അവിടെ പോയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഭാര്യയുടെ വില? 25,000 രൂപ കൊടുത്താൽ ഒരു ഹോം നേഴ്സിനെ കിട്ടുന്നത്. അതും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവര്. വാഷിംഗ് മെഷീൻ വേണം, അത് വേണം, ഇത് വേണം, ഇന്നർവെയർ വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോളുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ നാറിയ കുടുംബം, ജിമ്മിയുടെ കുടുംബം, അവന്റെ സഹോദരി അടക്കമുള്ളതിന് എല്ലാത്തിനും നിയമപരമായി ശിക്ഷിക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് സാധാരണ ഒരു ആത്മഹത്യയും കാര്യങ്ങളൊന്നും അല്ല, സ്വയം ജീവൻ ഒടുക്കിയതേ അല്ല, ഒരിക്കലും അല്ല. കൊലപാതകം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും പുറത്തു വരുന്നില്ല? സ്കൂട്ടി ഓടിച്ച് ഈ കൈ ഓർത്ത് വിഷം അടിച്ചും കൊണ്ട് പോയ ജിസ്മോളുടെ CCTV ദൃശ്യം പുറത്തു വരട്ടെ, അന്ന് പറയാത് ആത്മഹത്യയാണെന്ന്. അല്ലാതെ ഇതൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് തീർത്ത് കാറി കയറ്റി കൊണ്ടുപോയത് തന്നെയാണ്. അത് പോലീസുകാരൊന്ന് മെനക്കെട്ടി കഴിഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്നതാണ്. നമ്മളെ പോലത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് അത് പറ്റത്തില്ല. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതില്ലല്ലോ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.